64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാദാപുരത്തെ മികച്ച ക്യാമ്പസ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ്. എല്ലാവിധ യൂണിഫോമുകളും മിതമായ നിരക്കിൽ. ബിസ്മി സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ് നാദാപുരം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് നാദാപുരത്തിന്റെ കയ്യൊപ്പ്. മിഷൻ ഫിറ്റ്നസ് അൽ മസാക്കിൻ ആർക്കേഡ് നാദാപുരം. നിങ്ങളുടെ വീടിന് പുതിയൊരു ലുക്ക്, താങ്ങാവുന്ന ബഡ്ജറ്റിൽ. ആർക്കിഫിക്സ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, കസ്തൂരിക്കുളം നാദാപുരം. സ്വരരാഗം പാടും കല്യാണോ പൗരാണികവും നാഗരീകം വിളമ്പുന്ന മംഗളകൃതം പൊടിപാട്ടും മോഡൽ കല്യാണോ കല്യാണത്തരം വമ്പീനാൽ സഭ അടക്കയും ചേർത്ത നിറം 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ 2ാം ദിനമായ ഇന്ന് വേദി നമ്പർ 5-ൽ ഞങ്ങളെത്തിയപ്പോൾ ആവേശകരമായ വട്ടപ്പാട്ട് മത്സരമായിരുന്നു അവിടെ നടക്കുന്നത്. ആ മത്സരം നടക്കുന്നതിനിടെയാണ് 2 പ്രമുഖരെ ഞങ്ങൾക്ക് വീട് കിട്ടിയത്. മാപ്പിള കലാരംഗത്തെ കുലപതികളായ പ്രിയപ്പെട്ട നാസർ മേച്ചേരിയും റഷീദ് മോങ്ങവും. നമുക്കറിയാം, മാപ്പിള കലാരംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ 2 പേരും നമുക്കിന്ന് അതിഥികളാണ്. 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. നാസർ മാഷേ, എത്ര പാട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും? ആയിരക്കണക്കിന് പാട്ട് എഴുതിയിട്ടുണ്ട്. ഒപ്പനപ്പാട്ടും വട്ടപ്പാട്ടും മാപ്പിളപ്പാട്ട്, പിന്നെ അറബനക്കും എഴുതി തുടങ്ങിക്കല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, ഒരു പാട്ടയത്തിലേക്ക് വരുന്നത്? തുടക്കം എന്ന് പറഞ്ഞാൽ വലിയ വിഷമമായിരുന്നു. കാരണം ഞാൻ പാട്ട് എഴുതിയിട്ട് പലപ്പോഴും ഒരു സബ് ജില്ലയിൽ പോലും കയറി പോകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കുറേ കാലം വല്ലാതെ കൊതിച്ചു പോയി ഒരു പാട്ട് കയറി പോകണമെന്ന്. അങ്ങനെ കാലിക്കറ്റ് ഇൻ്റർ സോണിനൊരു ഫസ്റ്റ് കിട്ടി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ധാര എഴുതി അന്വേഷിച്ച് തേടി പിടിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ ഭൂരിപക്ഷം ഒപ്പനക്കാരും അതേപോലെ വട്ടപ്പാട്ടും ഞാൻ തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം എഴുതിയ മാപ്പിളപ്പാട്ട് അബൂജഹലിന്റെ പതിന് എനിക്ക് പാടാൻ കഴിയില്ല. പിന്നെ മടയനം ജഹലുടെ കഠിനമം പടയുടെ പെട്ടടവൊക്കെ തട്ടി തടുത്തും മട്ടിയിലൊട്ടൊരു ചിട്ട പിടിത്തും തടുത്താരു പെട്ടും പിടിത്താരു. മാപ്പിളപ്പാട്ടിന്റെ പ്രാസനിയമങ്ങളൊക്കെ ഉണ്ടോ? ആകെ പ്രാസല്ലേ, ആ പ്രാസത്തിന്റെ ഒരു എന്താ പറയാ കൊട്ടയാണ് അതില്. OM കരുവാരെ കൊണ്ട് ആ പാട്ട് കണ്ടു പറഞ്ഞു നല്ല വരികളാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ എഴുതിയ പാട്ടിന്റെ. അപ്പോൾ നാസർ മാഷയ്ക്ക് ഇങ്ങനെ ഒരു പാട്ടയത്തിലേക്കൊക്കെ പ്രചോദനം എന്ന് എനിക്ക് തോന്നുന്നത് മാപ്പിള കലാ അക്കാദമിയുടെ ഒരു ഭാരവാഹിയാണ് നാസർ മാഷ. നേരത്തെ തന്നെ PH അബ്ദുള്ള മാഷയുടെ നേതൃത്വത്തിലുള്ള അക്കാദമിയിൽ വളരെ മുമ്പ് തന്നെ വളരെ സജീവമാണ് അല്ലേ? അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് 4 വർഷം. PH വലിയൊരു എന്താ പറയുക വലിയൊരു പ്രചോദനമായിരുന്നു. പാട്ട് ചെയ്ത ഒരുപാട് പ്രോത്സാഹനം തന്ന ആളാണ്. അപ്പോൾ നിങ്ങളെ ഏകദേശം പാട്ടിനും ട്യൂൺ ചെയ്ത ആളാണ് റഷീദ് മോങ്ങം അല്ലേ? റഷീദ് മോങ്ങത്തിൻ്റെ ട്യൂണാണ് ഇന്ന് ഇവിടെ പാടുന്ന 95% പാട്ടുകൾ. ബാക്കി വളരെ അപൂർവ ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. റഷീദ് ട്യൂൺ ചെയ്തൊക്കെ എഴുതുക, അതാണ് എൻ്റെ പണി. നമുക്ക് റഷീദിലേക്ക് പോകാം. അപ്പോൾ റഷീദ് മോങ്ങം എന്ന് പറയുന്നത് നമുക്കറിയാം, എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ ഈ രംഗത്ത് ഏറ്റവും നന്നായി ട്യൂൺ ചെയ്യുന്ന ഒരു പ്രക്രിയ. മാത്രമല്ല, മാപ്പിള വട്ടപ്പാട്ട്, മാപ്പിളപ്പാട്ട്, ഒപ്പനപ്പാട്ട് എല്ലാം അതിമനോഹരമായി ട്യൂൺ ചെയ്യുന്നു. മാത്രമല്ല, താഷ്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു നല്ലൊരു ഗായകൻ കൂടിയാണ് റഷീദ്. അപ്പോൾ റഷീദ്, വളരെ സന്തോഷം. ഒന്നാമത് ഞാൻ ഈ മേഖലയിലേക്ക് സംഗീതം കൊണ്ടും അതുപോലെ തന്നെ രചന കൊണ്ടും കടന്നു വരാനുള്ളൊരു മെയിൻ കാരണം നാസർ മാഷ് തന്നെയാണ്. നാസർ മാഷാണ് ആദ്യം ഒരു പാട്ട് എനിക്ക് അയച്ചു തരുന്നത്. ഇത് നീ ഒന്ന് ട്യൂണ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു പാട്ട് അയച്ചു തരുന്നത്. അത് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ 2 ആളെ സംബന്ധിച്ചിടത്തോളം മാഷ് എഴുതും, ഞാൻ ട്യൂൺ ചെയ്യും. ചില ട്യൂണുകൾ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും, അതിന് കറക്റ്റായിട്ട് മാഷ് എഴുതും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പല ട്യൂണുകളും ഞാൻ പല പരിശീലകർ ബന്ധപ്പെടുന്ന സമയത്ത് പോലും എനിക്ക് ഏറ്റവും സുഗമമായി തോന്നൽ നാസർ മേച്ചേരിയെ കൊണ്ട് എഴുതിപ്പിച്ചുകൂടെ. എന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്ന ട്യൂണിന് കൃത്യമായ അളവിലായിരിക്കും മാഷ് പാട്ട് എഴുതുക. അത് ഒരു രചയിതാവിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അങ്ങനെ ഒരുപാട് രചയിതാക്കളുണ്ട്. ഇപ്പോൾ മൊയ്തു മാഷാവട്ടെ വാണിമേൽ, അതുപോലെ ഹസൻ മാഷ്, ഇവരൊക്കെ OM മാഷ്, ഇങ്ങനെ പ്രമുഖരുടെയൊക്കെ
അതിൻ്റെയൊക്കെ കൂടെ തന്നെ അതിൽ കട്ടക്ക് പിടിച്ച് നിൽക്കാൻ നാസർ മേച്ചേരി പോലെയുള്ള ഒരാൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ പാലിച്ചുകൊണ്ട് പാട്ട് എഴുതുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് കൃത്യമായ ട്യൂണ് നമ്മളറിയാതെ ചിലപ്പോൾ ചില വരികളായിരിക്കും മാഷ അയച്ചു തരിക. അപ്പോൾ ആ വരികളിൽ നമ്മളറിയാതെ ഓട്ടോമാറ്റിക് ട്യൂണ് ജനിക്കുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ആശയത്തോട് ഒട്ടേറെ പാട്ടുകൾ ട്യൂൺ ചെയ്തു റഷീദ്. അപ്പോൾ ഏറ്റവും നമുക്ക് ഒരു റിയലിസ്റ്റിക്കായി തോന്നിയ ട്യൂൺ ഏതാണ്? ഞാനിപ്പോൾ ഈ വർഷം ഞാൻ ട്യൂണ് ചെയ്തതിൽ എനിക്കൊരു വഴിനീളം നാസർ മാഷ് എന്നെ രചന നിർവഹിച്ചൊരു വഴിനീളം. അതിൻ്റെ കുറച്ച് വരികൾ. മുഹബത്തിൻ മലർത്തോപ്പ് പുതുനാരിക്ക് മഹബൂബിൽ അണൈന്തിടാൻ മനാമിൽ ഹക്ക് മഹമൂദർ റസൂലുള്ള കിസ്സകളാലേ മതിയാകെ ഹസനാത്തിൽ വിരിയും നീളേ അഹദവൻ ദൂതരിൽ ഇരസക്കനിയാണേ ഇശലുകൾ കാമിലായി ശുഹ്റത്വതുമാണേ റഹ്മത്തുല്ലാലം പുതുരാവിതിൽ കൂടി രസമിൽ ഹംദുമോദി ബസ്മല പാടി സബ മന്ദമണൈന്തിടെ ഖദീജാബിയ സുഹൃതങ്ങൾ തിഹാമെങ്കും മദ്ഹായിയ അരശിക്ക് പിരീഷത്തിൽ വസന്തത്തിലായി അലങ്കാരദരജകൾ നബിയരിലായി. ആഹാ, അത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര മനോഹരമായ ട്യൂണാണ്. അപ്പം എങ്ങനെയാണ് ഈ ട്യൂണുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചിട്ടപ്പെടുന്നത്? അത് എന്താ അറിയില്ല, ചില സമയത്ത് നമ്മൾ അതിലേക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ മൈൻഡിലേക്ക് ഓരോ താളവട്ടത്തിൽ കൃത്യമായിട്ട് ഓരോ ആളുകൾ ചില പരിശീലകരോട് ചോദിക്കൂ നിങ്ങൾക്ക് ഏത് താളത്തിലാണ് വഴിനീളം വേണ്ടത്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് 6/8 താളത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ 4/4. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് താളം ഇങ്ങനെ മുട്ടി അതിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ മൂളുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഈസി 4/4 ആണ് തോന്നുന്നത്. അതെ 4/4 ആണ് കുറച്ചുകൂടി ഒരു ബെറ്റർ. 6/8 ചെയ്യുന്ന ആളുകളുണ്ട്, മോശം എന്നല്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് അതിൻ്റെ ചായലാണ്. അപ്പോൾ വട്ടപ്പാടിനെയും ഒപ്പനയും അപേക്ഷിച്ച് അതിൻ്റെ ചായലിനാണ് ഏറ്റവും മനോഹരം ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതി നമ്മൾ അറിയാതെ തന്നെ അങ്ങോട്ട് പാട്ട്. അതിലിപ്പോൾ കല്യാണപ്പാട്ട്, വെറ്റിലപ്പാട്ട്, ഇങ്ങനെ അല്ലേ, പന്തൽ പറഞ്ഞ കുറേ സംഗതികളുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു വെറ്റിലപ്പാട്ട് അതിൻ്റെ 2 വരി ഏതെങ്കിലും? വെറ്റിലപ്പാട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെല്ലമിൽ വെറ്റില കെട്ടുകൾ കെട്ടി മട്ടമിൽ പുകലയും ചോറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പാട്ടുകളുണ്ട്. അതിൻ്റെ വരികൾ ഓർമ്മയുണ്ടോ? അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും പിന്നെ നിങ്ങൾ രണ്ടുപേരും പിന്നെ വെറും രചയിതാവും ട്യൂൺ ചെയ്യുന്ന ആളൊന്നും മാത്രമല്ല, വിധികർത്താക്കളാണ്. ഈ രംഗത്ത് ഒരുപാട് വർഷങ്ങളായി മാപ്പിള കലകളുടെ വിധി നിർണ്ണയം. അപ്പം മാപ്പിള കലയെക്കുറിച്ച് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഇപ്പം പറയുന്നത്, ഒപ്പനയൊക്കെ ഇന്നലെയൊക്കെ ജഡ്ജസ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒപ്പനയിലൊക്കെ ചില സ്റ്റെപ്പുകളൊക്കെ മറ്റ് ചില ഇനങ്ങളുടേതായിട്ട് വരുന്നു എന്നൊക്കെ. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറയുന്നത് അത് ഒന്നാമത് നമ്മുടെ കല എന്ന് പറയുന്നത് ഇതൊരു സ്വാതന്ത്ര്യമായിട്ട്, പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ലിഖിതമായിട്ടൊന്നും ചില വിഷയങ്ങളിൽ നിയമം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഒപ്പനയുടെ സ്റ്റെപ്പ് ആവട്ടെ മറ്റു പലതും ആവട്ടെ, അത് ഓരോ ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ വിമർശിക്കാൻ പോയാൽ അത് ചിലപ്പോൾ വലിയ വലിയ വിപത്തുകളിലേക്ക് വഴി തെളിക്കും എന്നുള്ളത് കൊണ്ടാണ് കൂടുതലും ആളുകൾ അതിൽ പറയാത്തത്. ചില ആളുകൾ ചിലപ്പോൾ ആഭാസകരമായിട്ടൊക്കെ അതിലുണ്ടായിരിക്കാം. പക്ഷെ അതിന് കൃത്യമായ ഒരു ലിഖിതമായ സമ്പ്രദായം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് മാക്സിമം അല്ലേ, അങ്ങനെ തന്നെയല്ല അതിൻ്റെ അഭിപ്രായവും, മാക്സിമം അത് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളെ നിയമത്തിൽ, അതായത് ഒപ്പനയുടെ നിയമം പറയുന്ന ഇടങ്ങളിലായാലും വട്ടപ്പാട്ടിൻ്റെ നിയമങ്ങൾ പറയുന്ന ഇടങ്ങളിലൊക്കെ അതിനൊക്കെ ചെറിയ ഭാഗങ്ങളിൽ കുറേ വിഷയങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാക്കുമെന്ന്. നാസർ മാഷേ, ഈ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നത് പുതിയ കാലത്തെ മാപ്പിളപ്പാട്ടൊന്നും മാറണം എന്നാണ് ചില ആളുകളുടെ അഭിപ്രായമാണത്. അതായത് പഴയ വരുന്ന ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുണ്ട്, വൈദ്യര് മുതൽ ഇങ്ങോട്ട് നല്ല കവികൾ, നല്ല മാപ്പിളപ്പാട്ടുകൾ. പക്ഷെ അതല്ല പുതിയ കാലത്ത് എന്ത് ചെയ്യണം, ജഡ്ജസ് ആയിരിക്കുന്ന ആളുകൾക്കും അങ്ങനെ അഭിപ്രായമുണ്ട്. എന്താണ് നിങ്ങളെ? പുതിയ പാട്ടും പഴയ പാട്ടും ആവുന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കൃത്യമായ പ്രാസ നിയമങ്ങളൊന്നും ഇല്ലാതെ പുതിയ ചില ആളുകൾ പാട്ട് എഴുതുന്നത്, അതൊക്കെ തള്ളിക്കളയേണ്ടതാണ്. അത് പലപ്പോഴും സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് വരുന്ന ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർ വിധി നിർണ്ണയിക്കുന്നു എന്നുള്ള സംഭവമാണ്. ഇവിടെ സ്റ്റേറ്റ് കലോത്സവത്തിലടക്കം മാപ്പിളകല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മോശം ജഡ്ജ്മെൻറ്റ് നടക്കുന്ന മാപ്പിളകലകളിലാണ്. കാരണം നല്ല അറിയുന്ന ആളുകളുണ്ട്, വളരെ മോശമുള്ള ആളുകളുമുണ്ട്. ആ സംഭവം അറിയാത്ത ആളുകൾ പോയി വിധി നിർണ്ണയിക്കുന്നത്. മറ്റ് കലകൾ നോക്കുന്നത് അതിൻ്റെ എക്സ്പെർട്ടാണ് അതിലിരിക്കുന്നത്. നമ്മളിത് അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാപ്പിള കലാരംഗത്ത് ഇങ്ങനെ ഒരു അവബോധം കൊടുക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ വേണ്ടേ? നമ്മൾ അവബോധം കൊടുക്കുന്നത് അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അതാണ് പ്രശ്നം. കൃത്യമായിട്ട് നിങ്ങൾക്കറിയാലോ, കൃത്യമായിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡീറ്റെയിൽ മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര കാലം മുന്നേ, ഒരു 8 വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പഠിക്കുന്നത്തെ കാലത്ത് ആരുമില്ല. ജഡ്ജ് ചെയ്യാൻ വിളിച്ചാൽ എല്ലാവരും റെഡിയാണ്, അതാണ് അവസ്ഥ.
ഇപ്പോൾ യാഥാർത്ഥ്യം ഇതിപ്പോൾ ചോദിക്കുന്ന നമ്മുടെ MK പോലും ഈ രംഗത്ത് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തലുകൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് ഒരു ചർച്ചാ വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഈ കലാരംഗത്തുള്ള ആളുകളാണ് കൂടുതലും ഇരുന്ന്. ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാദമി ഒക്കെ ഉണ്ട്, എന്തുകൊണ്ടാണ് അത്തരം മേഖലയിലേക്ക് അവരൊന്നും കടന്നു വരാത്തതെന്നാണ്? അല്ല, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുന്ന സമയത്ത്, ഇപ്പോൾ പഴയ ഒരാളാണ് നാസർ മജീദ്, അങ്ങനെ പഴയ ആളാണെന്നല്ല പറയുന്നത്, ആ ആൾ എഴുതുന്ന ഒരു ചിട്ടവട്ടമുണ്ട്, അതിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള റഷീദ് മോങ്ങം. ഞാൻ എന്നിട്ട് പുതിയ ഒരു സംഗതി അപ്ലൈ ചെയ്യാണ് ഈ ഒരു രീതിയിൽ. ഒരു വട്ടപ്പാട്ടിൽ നാസർ മാഷ് പണ്ട് പഠിപ്പിച്ച വട്ടപ്പാട്ട്, അപ്പോൾ ഞാൻ പറയാണ് നാസർ മാഷ് അന്ന് പഠിപ്പിച്ച തനിമ, ഞാനിത് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഞാൻ ഇന്നത്തെ തനിമ വിടാത്തൊരു പുതുമ, ഇന്നത്തെ പുതിയ കാലത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് തനിമ വിടാത്ത പുതുമ. എന്താണ് അപ്പോൾ ഞാനിപ്പോൾ മരണപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ശേഷം വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ച് ഒരാൾക്ക് ഞാനിത് പകർന്നു കൊടുക്കുമ്പോൾ അയാൾ വരുന്ന സമയത്ത് അയാൾ പറയാണ് റഷീദ് മോങ്ങം പഠിപ്പിച്ചതായിരുന്നു തനിമ. യഥാർത്ഥത്തിൽ എന്താണ് തനിമ എന്ന് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം പോലും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നാസർ മേച്ചേരി എഴുതിയ ഒരു ഗാനം റഷീദിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ഇത് ഒരു മാപ്പിളപ്പാട്ടാണ്. ഫാത്തിമാബിയെ കുറിച്ച് നാസർ മാഷ് എഴുതിയ ഒരു കോളേജ് തലത്തിലേക്ക് വേണ്ടി അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്. പാരതിലൊരു ബീവി ബന്ദിടെ പാരമ തിരുവര പൂവിയായി പാരിതരാവും പരനുട പരിശാം രാജര ദൂതര ബിന്ദതായി. പാരതിലൊരു ബീവി ബന്ദിടെ പാരമ തിരുവര പൂവിയായി പാരിതരാവും പരനുട പരിശാം രാജര ദൂതര ബിന്ദതായി. ആരമത് നേരായുദിത്തതിൽ ത്വഹറസൂലിൻ പൂങ്കനിയായി ആലമിനാകെ മാതൃക മുന്തിയ സുന്ദര ചന്ദിര പൊന്തരുളായി. വിണ്ടേ കലാമതിൽ കൊണ്ട് തിളങ്ങിയേ കണ്ടേ നാവിണ്ടിടും എങ്കും വിളങ്ങിയേ ഫാത്തിമ. പാരതിലൊരു ബീവി ബന്ദിടെ പാരമ തിരുവര പൂവിയായി പാരിതരാവും പരനുട പരിശാം രാജര ദൂതര ബിന്ദതാ. അതിമനോഹരം. ഏതായാലും ഇത്രയും നേരം മീഡിയ വിഷനോട് സംവദിച്ച രണ്ടുപേരെയും പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.